ഒരു ദിവസം സഹീഹുൽ ബുഖാരി ക്ലാസ്സിന് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കിതച്ച് മുഖം കരിവാളിച്ച് വിയർത്ത് വരുന്നുണ്ട്. വല്ലാത്ത വിഷമത്തോടെ പറയാൻ തുടങ്ങി. ഷർട്ട് അയച്ചു, കുറേ കലകൾ കാണിച്ചു തന്നു. ഇതെല്ലാം എൻ്റെ ഭാര്യ ഇന്നലെ എന്നെ തച്ചതും വേദനിപ്പിച്ചതും ആണ്. ഇന്നലെ ബെഡ്റൂമിൽ ഒരു ഘോര യുദ്ധം തന്നെയായിരുന്നു. സത്യം ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 37 വർഷമായല്ലോ, ഇതുവരെ എൻ്റെ ഭാര്യ എന്നെ ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ സുഹൃത്ത്. എന്തായി കേൾക്കണം? എന്താ സംഭവിച്ചത്? അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങളെ കല്യാണം പോലത്തെ കല്യാണമല്ലോ ഞങ്ങളുടെ കല്യാണം. ഞങ്ങളുടെ കല്യാണം ലവ് മാരേജ് അല്ലേ? ലവ് മാരേജ് ആകുമ്പോൾ എല്ലായിടത്തും നിനക്ക് തന്നെയാണ്, അത് സർവ്വസാധാരണയാണ്. പിന്നെ അവൻ എന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നും മനുഷ്യൻ്റെ വികാരം ഒരുപോലെ പ്രായാധിക്യത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഏതൊരു മനുഷ്യനും ഏറ്റവും അത്യന്താപേക്ഷമായത് മനസ്സമാധാനം, സന്തോഷം. പ്രായാധിക്യത്തിലാണ് ഏറ്റവും നിർബന്ധമായത്. അവിടെയൊക്കെയും മനസ്സുകൾ തമ്മിൽ ഇണങ്ങി പൊരുത്തപ്പെട്ട് പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതമാവണമെങ്കിൽ അത് പരസ്പരം സ്നേഹിച്ച് അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉത്തമബോധം, എൻ്റെ ഭർത്താവിൻ്റെ പ്രീതിയും പൊരുത്തവുമാണ് എൻ്റെ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത് വരെ റമദാനിൽ ഖളാ ആകുന്ന നോമ്പ് 5 or 6 നോമ്പ് സ്വാഭാവികം സ്ത്രീകൾക്ക് റമദാനിൽ ഖളാ ആകുമല്ലോ. അത് ശഅബാൻ ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് ദിവസങ്ങളെ ഖളാ വിട്ടിട്ടുള്ളൂ. സഹീഹുൽ ബുഖാരി കാണാമല്ലോ. കാരണം എപ്പോഴും ഒരു ഭാര്യയുടെ ലക്ഷ്യം ഭർത്താവിനെ സമാധാനിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഭർത്താവിന് ടെൻഷൻ ഉണ്ടാവരുത്. ഭർത്താവട്ടെ, എൻ്റെ ഭാര്യ സദാസമയത്തും എന്നെ സന്തോഷിപ്പിക്കുന്നു, എന്നെ സമാധാനിപ്പിക്കുന്നു. ആ ഭാര്യയ്ക്ക് സ്നേഹം നൽകി, ആ ഭാര്യയെ ആശ്വസിപ്പിച്ച്, ആ ഭാര്യയ്ക്കെല്ലാം നൽകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഭാര്യ ഒരിക്കലും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കാൻ പാടില്ല. ആ ഭാര്യയെ സന്തോഷിപ്പിക്കലാണ് എൻ്റെ ഏറ്റവും പ്രധാനവുമായ ദൗത്യമെന്ന് ഭർത്താവും ചിന്തിച്ചാൽ ആ കുടുംബജീവിതം എത്രമാത്രം ആഹ്ലാദഭരിതമായിരിക്കും. അതിൽ ജനിക്കുന്ന കുട്ടികൾ എത്ര ആരോഗ്യവാന്മാരായിരിക്കും. ആ ചുറ്റുപാട് കണ്ട്